നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏകാംഗ സമരം നടത്തി ശ്രദ്ധേയനായ ജെയിൻ ജോസഫ് പട്ടത്ത് പരിയാരം കൊമ്പൻപാറ തടയണയ്ക്ക് സമീപം പുഴയിൽ ഇറങ്ങി നിന്ന് നടത്തിയ സമരം ശ്രദ്ധേയമായി. ദേശീയപാതയിൽ മുരിങ്ങൂർ കൊരട്ടി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അറ്റകുറ്റപ്പണികൾക്കും ഭാരപരിശോധന നടത്തുന്നതിനുമായി ശനിയാഴ്ച രാത്രി 9 മണി മുതൽ 6 ദിവസത്തേക്ക് ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും അടച്ചിടും. അതിരപ്പള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്ത് നിവാസികൾക്ക് വേണ്ടി ആരംഭിച്ച അതിരപ്പള്ളി സമഗ്ര കുടിവെള്ള പദ്ധതി വർഷങ്ങളായിട്ടും ഇനിയും പൂർത്തിയായിട്ടില്ലെന്ന് പരാതി. അങ്കമാലി TB ജംഗ്ഷനിൽ വാഹനങ്ങളുടെ കൂട്ടിയിടി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. വാർത്തകൾ വിശദമായി. ഏകാംഗ സമരം നടത്തി ശ്രദ്ധേയനായ ജെയിൻ ജോസഫ് പട്ടത്ത് പരിയാരം കൊമ്പൻപാറ തടയണയ്ക്ക് സമീപം പുഴയിൽ ഇറങ്ങി നിന്ന് നടത്തിയ സമരം ശ്രദ്ധേയമായി. ജലജാഗ്രതാ സത്യാഗ്രഹം എന്ന പേരിൽ നടത്തിയ സത്യാഗ്രഹം ഗ്രാമപഞ്ചായത്ത്, ജലസേചന വകുപ്പ്, പോലീസ്, അഗ്നിരക്ഷാസേന എന്നിവരുടെ ശ്രദ്ധ ക്ഷണിക്കാനായിരുന്നു. ചാലക്കുടി പുഴയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളടങ്ങിയ ഒരു കടവാണ് കൊമ്പൻപാറ CSRI സമീപമുള്ള ഈ കൊമ്പൻപാറ തടയണ. പ്രത്യേകിച്ച് ചൂടിന്റെ കാഠിന്യം മൂലം എവിടെയെങ്കിലും അല്പസമയം ഒന്ന് കുളിക്കാനും ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം. അത് തന്നെയുമല്ല, ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ ഇപ്പോ ഈ തടയണയെ കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോ പലരും ഇവിടെയുള്ള മരണ കെണികള്, അതായത് മരണം കാത്തിരിക്കുന്ന അവസ്ഥ പലർക്കും അറിയില്ല. താഴേക്ക് ഇറങ്ങിയാൽ വീഴുന്നൊരവസ്ഥ. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് പലപ്പോഴും ഈ യൂട്യൂബിൽ കണ്ട ഈ അതിമനോഹരമായിട്ടുള്ള ഈ തടയണയിലേക്ക് വരുന്നത്. കുടുംബമായിട്ട് വരുമ്പോൾ അവർ അന്യദേശത്തുകാരാണ്. ഇപ്പൊ ഇവിടെ മുകളിൽ കിടക്കുന്നത് കണ്ടറിയാം, കർണാടകയിൽ നിന്ന് വന്ന ഒരു വണ്ടിയാണ്. അവർക്കൊന്നും അറിയില്ല, അവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ പൂപ്പൽ പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ചവിട്ടിയ താഴേക്ക് പോകും. കൊച്ചു കുട്ടികളെയും കൊണ്ടുവരുന്ന ഒരു വലിയ, അതിനിൽ എത്രമാത്രം മരണങ്ങൾ നടന്ന വലിയൊരു കടവാണ് ഇത്, ഈ തടയണ. പക്ഷെ ഇതിനൊരു മുന്നറിയിപ്പ്, ആകെ കൂടി മുകളിലൊരു അഗ്നി സേനയുടെ ഒരു ചെറിയൊരു മുന്നറിയിപ്പ് മാത്രമേ ഉള്ളൂ. അടുത്ത മരണം നിങ്ങളായിരിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ തദ്ദേശ വകുപ്പിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ജനങ്ങൾക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങൾ നല്ല രീതിയിൽ, അപകടമില്ലാത്ത രീതിയിലൊക്കെ തിരിച്ചു കെട്ടാനും, അതുപോലെ തന്നെ അതിന്റെ അപകടങ്ങളുണ്ടായാൽ അവർ രക്ഷപ്പെടുത്താനുള്ള ഒരു വ്യക്തികളെ, ജീവനക്കാരെ വെക്കാനൊക്കെ പഞ്ചായത്തിന് സാധിക്കും. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ ജനങ്ങൾ വന്ന് കുഴിയിലേക്ക് ചാടുന്നു, ഇറങ്ങുന്നു, കുളിക്കുന്നു. ഒഴുക്ക് കൂടുമ്പോൾ അത് മരണത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10-15 അപകടങ്ങളൂടെ സംഭവിക്കുന്നുണ്ട്. ജലസമാധികൾ തടയാൻ, വിനോദം വിഷാദമാകാതിരിക്കാൻ അധികൃതർ സത്വര നടപടികൾ കൈക്കൊള്ളുക, ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സത്യാഗ്രഹം. തടയണകൾക്ക് സമീപം മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക, അപകട മേഖലയിൽ കുളിക്കാൻ ഇറങ്ങുന്നത് തടയുക, കുളിക്കാൻ സുരക്ഷിത സൗകര്യം ഏർപ്പെടുത്തുക, അപകടം ഉണ്ടായാൽ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, സുരക്ഷാ സേനയെ പരിശീലനം നൽകി വിന്യസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ നടപ്പാക്കാൻ അധികൃതർ തയ്യാറാകണം എന്നാണ് ജെയിൻ ജോസഫിന്റെ ആവശ്യങ്ങൾ. അപ്പോ അത് നാട്ടുകാരാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ഇടപെടുന്നത്. അപ്പൊ ഇത് കണ്ടില്ല നടിക്കുന്ന ഈ തദ്ദേശ വകുപ്പിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അടുത്ത മരണം സംഭവിച്ചാൽ ആ മരണത്തിന് ഉത്തരവാദിത്തം ഇവിടുത്തെ തദ്ദേശ വകുപ്പിനായിരിക്കും. അത് ഒരു മുന്നറിയിപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്ന് ജനങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇവരുടെ ഉദ്യോഗസ്ഥരിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമരം രാവിലെ മുതൽ ആരംഭിച്ചത്. എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും ഇതിനെ ഒരുപാട് കാര്യങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു ഇപ്പോഴും ഒരു മുന്നറിയിപ്പ് കൊടുക്കാത്ത ഒരു മുന്നറിയിപ്പ്, അതേപോലെ തന്നെ ഇതിലെ ഒരു കുറച്ച് ബൈക്കുകൾക്ക് വരാൻ പോലും സാധിക്കാത്ത വഴിയിലാണ് ഈ കാറുകൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്.
വൈകുന്നേരമായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ കുളിക്കാൻ വരുന്നത്. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അടുക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ വിഷുവിന് ഞാനൊരു കാഴ്ച കണ്ടു, ഒരു അമ്മ കുഞ്ഞിനെയും കൊണ്ട്, ഒരു 6 മാസം ഒരു കൊച്ചിനെയും കൊണ്ട് ഈ തടയണ താഴെ നിന്ന് കുളിക്കുന്നു. ആ കുഞ്ഞ് വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഇത് നിരന്തരമായി കാണുന്ന കാഴ്ച. ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു തോറ്റു. അത് തന്നെയല്ല ഇവിടുത്തെ മദ്യപാനം. കുപ്പികളാണെങ്കിൽ മുകളിൽ അടിച്ചു പൊട്ടിച്ചിട്ടേക്കാണ്. വേസ്റ്റ്, ഇവരുടെ അണ്ടർവെയറും മറ്റേതും ഇവരുപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും ഇവിടെ കൂട്ടിയിട്ടേക്ക. ഈ വശത്തൊക്കെ മാലിന്യ കൂമ്പാരമായി കഴിഞ്ഞ ഈ തടയണ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ തടയണ സംരക്ഷിക്കണമെന്ന്. ദേശീയപാതയിൽ മുരിങ്ങൂർ കൊരട്ടിച്ചിറങ്ങര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അറ്റകുറ്റപ്പണികൾക്കും ഭാരപരിശോധന നടത്തുന്നതിനുമായി ശനിയാഴ്ച രാത്രി 9 മണി മുതൽ 6 ദിവസത്തേക്ക് ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും അടച്ചിടും. ഈ സാഹചര്യത്തിൽ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനായി ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി തൃശൂർ റൂറൽ പോലീസ്. ഗതാഗത നിയന്ത്രണത്തിനായി 10 പോലീസ് ഉദ്യോഗസ്ഥർ, 10 ട്രാഫിക് വാർഡന്മാർ, 5 സായുധ പോലീസ് സേനാംഗങ്ങൾ, 2 ഹോം ഗാർഡുകൾ എന്നിവരെ നിയോഗിച്ചു. 24 മണിക്കൂറും ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിൽ പ്രവർത്തിച്ചു വരുന്ന കൺട്രോൾ റൂമും ഹൈവേ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണവും സ്ഥലത്തുണ്ടാകും. ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും വാഹനങ്ങൾ സുഗമമായി കടന്നുപോകാനുമാണ് ഗതാഗത ക്രമീകരണങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. തൃശൂർ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെ കോട്ടമുറിയിൽ നിന്നും തിരിഞ്ഞ് സാജോ നഗർ, പാറക്കൂട്ടം, കിൻഫ്ര, കോനൂർ, പെരുമ്പി വഴി ദേശീയപാതയിലേക്ക് തിരിച്ചുവിടും. എറണാകുളം ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വരുന്ന വാഹനങ്ങളെ ചിറങ്ങര മേൽപ്പാലം വഴി തിരിഞ്ഞ് ദേവമാത, കൊരട്ടിപ്പള്ളി, കാടുകുറ്റി, മുരിങ്ങൂർ വഴി ദേശീയപാതയിലേക്ക് തിരിച്ചുവിടും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി ഇബ്രാഹിം PHന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണത്തിനായി വിപുലമായ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. 24 മണിക്കൂറും ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിൽ പ്രവർത്തിച്ചു വരുന്ന കൺട്രോൾ റൂമിന് പുറമെ ഗതാഗത ക്രമീകരണങ്ങൾക്കായി കൊരട്ടി SHO ഹമീബുള്ള N അടക്കം 10 പോലീസ് ഉദ്യോഗസ്ഥരെയും 10 ട്രാഫിക് വാർഡന്മാരെയും 5 സായുധ പോലീസ് സേനാംഗങ്ങൾ, 2 ഹോം ഗാർഡുകൾ എന്നിവരെയും ഗതാഗതം സുഗമമാക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഹൈവേ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണവും സ്ഥലത്തുണ്ടാകും. അതിരപ്പള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്ത് നിവാസികൾക്ക് വേണ്ടി ആരംഭിച്ച അതിരപ്പള്ളി സമഗ്ര കുടിവെള്ള പദ്ധതി വർഷങ്ങളായിട്ടും ഇനിയും പൂർത്തിയായിട്ടില്ലെന്ന് പരാതി. 4 വർഷം മുമ്പ് ചെമ്പൻകുന്നിൽ 20 ലക്ഷം ലിറ്റർ വെള്ളം ശേഖരിക്കാവുന്ന വലിയ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് പിള്ളപ്പാറയിലും നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പിടുന്ന ജോലികൾക്ക് തടസ്സം നേരിട്ടിരുന്നു. ഇപ്പോൾ പൈപ്പിടുന്നതിന് കിഫ്ബി കേരള വാട്ടർ അതോറിറ്റിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ചെമ്പൻകുന്ന് വാട്ടർ ടാങ്ക് മുതൽ പുളിങ്കര, കുറ്റിച്ചിറ, മാരാങ്കോട്, ചട്ടിക്കുളം, മേട്ടിപ്പാടം വരെ 8 കിലോമീറ്റർ ദൂരം കാസ്റ്റ് അയൺ പൈപ്പുകൾ ഫിറ്റ് ചെയ്യുന്ന ജോലികൾ ചെയ്തു തീർക്കുവാനുണ്ട്. ഇത് മഴ ആരംഭിക്കുന്നതിന് മുമ്പേ എത്രയും വേഗം ചെയ്തു തീർക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ കേരള വാട്ടർ അതോറിറ്റി നാട്ടിക ഫർക്ക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ട് കത്ത് നൽകി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കലാധ്യാപകരുടെ സൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന 2x2 എന്ന സംഘചിത്ര പ്രദർശനം ഏപ്രിൽ 18 മുതൽ 30 വരെ ചാലക്കുടിയിലെ ചോല ആർട്ട് ഗാലറിയിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ പ്രദർശനത്തിൽ ചിത്രാങ്കണം കേരള കൂട്ടായ്മയിലെ 22 കലാധ്യാപകരുടെ ശ്രദ്ധേയ സൃഷ്ടികൾ പ്രദർശിപ്പിക്കും. കലാസൃഷ്ടികളെ വിപുലമായ പ്രേക്ഷക സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന പ്രദർശനം PK കിട്ടൻ ഉദ്ഘാടനം ചെയ്യും. അശ്വതി ബൈജു, വാസുദേവൻ പനമ്പള്ളി, KV അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ ബാലകൃഷ്ണൻ കതിരൂർ, മെജിസൺ തോമസ്, ലോറൻസ് PG ഹാരിഷ്, VJ ജിൻഡോ, TR സുനിൽ ലാൽ, ജോമോൻ ആലുക്ക എന്നിവർ പങ്കെടുത്തു. കലാവിദ്യാഭ്യാസത്തിന് പാഠപുസ്തകം ഇറങ്ങിയ വർഷം കൂടിയായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം തന്നെ കലാധ്യാപകരുടെ പ്രസക്തി ഏറെയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ. ആ ഒരു കാലഘട്ടത്തിൽ കലയോടൊപ്പം തന്നെ സഞ്ചരിക്കുക എന്നുള്ളൊരു ആവശ്യം കൂടി അധ്യാപകർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച് ചിത്രാങ്കണത്തിൻ്റെ നേതൃത്വത്തിൽ കലാധ്യാപകരെ അപ്ഡേറ്റ് ആവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രദർശനങ്ങളും ക്യാമ്പുകളും നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ആർട്ടിസ്റ്റുകൾ സ്വന്തമായിട്ടുള്ള രചനകൾക്കും ആശയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോഴും നമ്മൾ ഒരു ഘട്ടത്തിൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ MTയുടെ കൃതികൾ, അതുപോലെ കുമാരനാശാൻ്റെ ഈ വലിയിൽ നിന്നുള്ള ഒരു ക്യാമ്പ്, അത്തരത്തിലുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളും കൂടി ഞങ്ങൾ ഒരു ഘട്ടം വരെ ചെയ്തിരുന്നു. ഇപ്പോൾ ചോല ആർട്ട് ഗാലറിയിൽ നടക്കുന്ന എക്സിബിഷൻ ചിത്ര പ്രദർശനത്തിൻ്റെ പേര് തന്നെ 2x2 എന്നുള്ളതാണ്.
അത് നമ്മൾ ഒരു ക്യാൻവസിന്റെ ഞങ്ങളുടെ ചിന്തകളും ആശയങ്ങളും ഒരു 2x2 2x2 സ്ക്വയർ ഫീറ്റുള്ള ഒരു ക്യാൻവസിൽ. അങ്കമാലി ടി.ബി ജംഗ്ഷനിൽ വാഹനങ്ങളുടെ കൂട്ടിയിടി. ഓട്ടോയും കാറുകളുമാണ് കൂട്ടിയിടിച്ചത്. ഓട്ടോ യാത്രക്കാരിക്ക് പരിക്കേറ്റു. ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരേ ദിശയിൽ പോവുകയായിരുന്ന വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. ഓട്ടോയിൽ ആദ്യം കാറിടിക്കുകയും തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മുന്നിലൂടെ പോവുകയായിരുന്ന മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം റോഡിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1000 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,13,080 രൂപയാണ്. 14,135 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വ്യാഴാഴ്ചയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവില രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 14,260 രൂപയായിരുന്നു വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുമെന്ന പ്രതീക്ഷ നൽകി വീണ്ടും അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. ഇതിന്റെ ഫലമായി എണ്ണവില കുറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. സ്വർണ്ണവില ഇനിയും ഉയരും എന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. ഏപ്രിൽ 19 ഞായറാഴ്ചയാണ് അക്ഷയ തൃതീയ. പശ്ചിമേഷ്യൻ സംഘർഷമാണ് പ്രധാനമായി സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇതിനെ തുടർന്ന് എണ്ണവില കൂടുന്നതും കുറയുന്നതും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവില. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളെക്കുറിച്ച് പ്രതികരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് മുഖ്യമന്ത്രി ചർച്ചകൾ നേരത്തെയും നടന്നിട്ടുണ്ട്. വ്യക്തികളല്ല പാർട്ടിയാണ് തീരുമാനം എടുക്കുകയെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ സുധാകരനെതിരെ സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. നേതൃതലത്തിലും ഇത് വൻതോതിൽ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കട്ടെ, ചർച്ചകൾ നടന്നാലല്ലേ തീരുമാനങ്ങൾ വരൂ, തീരുമാനം വന്നാലല്ലേ കാര്യങ്ങൾ നടക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഫലം വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകൾ നടക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അതെന്താ അത്ഭുതമാണോ? കേരളത്തിൽ ഇതിനു മുമ്പൊന്നും തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലേ? തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ചർച്ച തുടങ്ങാറില്ലേ? ചർച്ച നടക്കാറുണ്ട്. പുതിയ പത്രക്കാർക്ക് അത് അറിയില്ലേ? പാരമ്പര്യം ഇല്ലാത്തവരാണ് ഈ വർത്തമാനം പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. അത് ഞങ്ങളാരും ചോദ്യം ചെയ്യുന്നില്ല. അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് അത് സ്വീകരിക്കാം, സ്വീകരിക്കാൻ പറ്റാത്തവർക്ക് സ്വീകരിക്കേണ്ട. തീരുമാനം എടുക്കുന്നതുവരെ മുഖ്യമന്ത്രി ചർച്ചയാകാം. അത് സ്വാഭാവികമല്ലേ? കോൺഗ്രസിന്റെ രീതി ഇതാണെന്നും സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ പറ്റി ചർച്ച ചെയ്തതുകൊണ്ട് ഫലമുണ്ട്. സംസാരിച്ചാലല്ലേ റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. ഫലം വരുന്നതിന് മുമ്പ് നടത്തുന്ന ചർച്ച പാർട്ടിക്ക് എന്ത് ക്ഷീണമാണ് ചെയ്യുന്നത്? പാർട്ടിയാണ് ചർച്ച ചെയ്യുന്നത്, വ്യക്തികളല്ല. പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ തീരുമാനങ്ങളിൽ എന്താണ് പ്രശ്നം? ഫലം വന്ന് ചർച്ച നടത്തുന്നവരും ഉണ്ട്, ഫലം വരുന്നതിന് മുമ്പ് ചർച്ച നടത്തുന്നവരുമുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും അതിനൊരു വഴിയാണ്. പാർട്ടിക്കുള്ള രീതിയാണ് ഇപ്പോൾ കാണുന്നത്, സുധാകരൻ പറഞ്ഞു. 2023 പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വിചിത്ര നടപടി. 2023 പാസാക്കിയ ബിൽ രാഷ്ട്രപതി നേരത്തെ ഒപ്പുവെച്ചതോടെ നിയമമായിരുന്നു. എങ്കിലും അത് നടപ്പിലാക്കുന്ന തീയതി പിന്നീടെന്നായിരുന്നു അറിയിച്ചിരുന്നത്. സർക്കാരിന്റെ നീക്കം പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാനാണെന്നാണ് വിലയിരുത്തുന്നത്. കേന്ദ്രത്തിന്റെ നീക്കം വിചിത്രമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. വ്യാഴാഴ്ച രാത്രി വൈകിട്ടാണ് നിയമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയത്. നിയമത്തിൽ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ടുള്ള ബിൽ പാർലമെന്റ് ചർച്ച ചെയ്യുന്നതിനിടെയാണ് വിജ്ഞാപനം. തികച്ചും വിചിത്രമായ നടപടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ കുറിച്ചു. രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ അംഗങ്ങളുടെ യോഗം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ബില്ലിന്മേലുള്ള വോട്ടെടുപ്പിൽ നിലപാട് തീരുമാനിക്കാനാണ് യോഗം. നിയമം പ്രാബല്യത്തിൽ വന്നുവെങ്കിലും ഇത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിയമം പൂർണ്ണതോതിൽ നടപ്പിലാക്കണമെങ്കിൽ ആദ്യം രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം ലഭിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തിയാൽ മാത്രമേ വനിതാ സംവരണം പ്രായോഗികമാക്കാൻ സാധിക്കൂ. ഈ പ്രായോഗിക പരിമിതികൾ മറികടക്കാനാണ് കേന്ദ്ര സർക്കാർ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത്. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, DMK തുടങ്ങിയ പ്രധാന പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റിൽ ബില്ല് പാസാക്കുക എന്നത് സർക്കാരിന് വലിയ വെല്ലുവിളിയാകും. ഈ സാഹചര്യത്തിലാണ് 2023 നിയമം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്.
പശ്ചിമേഷ്യ സംഘർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ വാക്പോരിന് പിന്നാലെ യുദ്ധങ്ങൾക്ക് പണം ഒഴുക്കുന്ന നേതാക്കളെ വിമർശിച്ച് ലിയോ 14 മാർപ്പാപ്പ. ഒരു കൂട്ടം നിഷ്ഠൂരർ ലോകത്തെ നശിപ്പിക്കുകയാണെന്ന് മാർപ്പാപ്പ കുറ്റപ്പെടുത്തി. ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിന്റെ വടക്കു പടിഞ്ഞാറുള്ള സംഘർഷബാധിത മേഖല സന്ദർശിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ദൈവനാമം സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുന്നവരെയും കൊല്ലുന്നതിനും നശിപ്പിക്കുന്നതിനുമായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്ന നേതാക്കളെയും അദ്ദേഹം വിമർശിച്ചു. നശിപ്പിക്കാൻ ഒരു നിമിഷം മാത്രം മതിയെന്നും പുനർനിർമ്മിക്കാൻ ഒരു ജീവിതകാലം മതിയാവില്ല എന്നുമുള്ള കാര്യം അറിയില്ലെന്നാണ് ഈ നേതാക്കൾ നടിക്കുന്നതെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. 10 വർഷത്തോളമായി തീവ്രവാദത്തിന്റെ പിടിയിലുള്ള കാമറൂൺ മേഖലയിലെ രക്തച്ചൊരിച്ചിലിനെ അദ്ദേഹം അപലപിച്ചു. ആഫ്രിക്കയിലെ 4 രാജ്യങ്ങളിലായി 11 ദിന സന്ദർശനത്തിലാണ് മാർപ്പാപ്പ. വെസ്റ്റൂരിട്ടി വടക്കൻ ചാക്കോന്റെ ഭാര്യ മേരി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോൺഗ്രസ് കൊരട്ടി മണ്ഡലം മുൻ പ്രസിഡന്റും INTUC നേതാവും ചിറ്റാരിക്കലിൽ മുതിർന്ന നേതാവുമായിരുന്ന PP റപ്പായി നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് മംഗലശ്ശേരി സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏകാംഗ സമരം നടത്തി ശ്രദ്ധേയനായ ജെയിൻ ജോസഫ് പട്ടത്ത് പരിയാരം കൊമ്പൻപാറ തടയണയ്ക്ക് സമീപം പുഴയിൽ ഇറങ്ങി നിന്ന് നടത്തിയ സമരം ശ്രദ്ധേയമായി. ദേശീയപാതയിൽ മുരിങ്ങൂർ കൊരട്ടി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അറ്റകുറ്റപ്പണികൾക്കും ഭാരപരിശോധന നടത്തുന്നതിനുമായി ശനിയാഴ്ച രാത്രി 9 മണി മുതൽ 6 ദിവസത്തേക്ക് ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും അടച്ചിടും. അതിരപ്പള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്ത് നിവാസികൾക്ക് വേണ്ടി ആരംഭിച്ച അതിരപ്പള്ളി സമഗ്ര കുടിവെള്ള പദ്ധതി വർഷങ്ങളായിട്ടും ഇനിയും പൂർത്തിയായിട്ടില്ലെന്ന് പരാതി. അങ്കമാലി TB ജംഗ്ഷനിൽ വാഹനങ്ങളുടെ കൂട്ടിയിടി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.